സംയുക്ത കർഷക സമര സമിതിയുടെ നേതൃത്വത്തിൽ പുനലൂർ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക സംഘത്തിന്റെയും കിസാൻ സഭയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ച് BSNL ഓഫീസ് പടിക്കൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കിസാൻ സഭയുടെയും കേരള കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വന്യമൃഗ ഭീഷണിയിൽ നിന്ന് കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കുക, കേന്ദ്ര വനം വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ചു. ടൗൺ ചുറ്റി പുനലൂർ BSNL ഓഫീസ് പടിക്കൽ മാർച്ച് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റും റവന്യൂ മന്ത്രിയും പറഞ്ഞു, ഈ സംസ്ഥാനത്തിന്റെ വനാതിർത്തിയിലുള്ളവർക്ക് മുഴുവൻ പട്ടയം കൊടുക്കും. സഖാവ് ബിജു കെ മാത്യു ഉൾപ്പെടെയുള്ള പത്തനാപുരത്തെയും സതീശനൊക്കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ മലയോര മേഖലയിലെ പാവങ്ങളുടെ പരാതിയുമായി എത്ര വട്ടമാണ് പരിപാലിച്ച് ചെറിയിട്ടുള്ള അധികാരികൾ. പിണറായി ഗവൺമെന്റ് പറഞ്ഞു, നവകേരള മാർച്ചുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഈ വനമേഖലയിൽ പാർക്കുന്നവർക്ക് പട്ടയം കൊടുക്കും. 1977 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വേളയിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വനസംരക്ഷണ നിയമമുണ്ട്. ആ നിയമം അനുശാസിക്കുന്നത് 77 മുമ്പ് കുടിയേറി പാർത്തവർക്ക് പട്ടയം കൊടുക്കാവുന്നതാണ്. അങ്ങനെ 77 മുമ്പ് കുടിയേറി പാർത്ത കൃഷിക്കാരന് നിയമാനുസൃതമായി അവകാശപ്പെട്ട ഭൂമി അവൻ അവകാശപ്പെട്ടതാണെന്ന് റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സംയുക്ത പരിശോധനയുടെ തെളിയാണ്. ആ സംയുക്ത പരിശോധന വീണ്ടും നടത്താൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങേറ്റം സ്വാഗതാർഹമാണ്. ജീവിതത്തിൽ കയറിക്കിടക്കാൻ ഇടവരുത്താൻ സ്വന്തമായി ഒരുങ്ങുന്ന ഭൂമി എന്ന സ്വപ്നം ലക്ഷക്കണക്കിന് വരുന്ന മലയോര മേഖലയിലെ പാവപ്പെട്ട കൃഷിക്കാർക്ക് പ്രാപ്യമാക്കാൻ അനുകൂല തീരുമാനമെടുത്ത ഗവൺമെന്റാണ്. വന്യജീവികളിൽ നിന്നും കൃഷിക്കാരെ രക്ഷിക്കാൻ ഇടപെടാത്തത് എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് വനഭൂമിയോട് അതിർത്തിൽ കഴിയുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടി സ്വീകരിച്ചു. അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ തീരുമാനത്തിലാണ് സൂചിപ്പിച്ചു. എന്ന് മാത്രമല്ല, കുടുംബത്തിലുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ തീരുമാനിക്കണം. എന്ന് മാത്രമല്ല, വനഭൂമി സംരക്ഷിക്കാനും വന്യജീവികൾ കടന്നു കയറുന്നത് തടയാനുമുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സമർത്ഥമായ നേതൃത്വം നൽകുകയാണ്. നമ്മുടെ ജില്ലയിൽ സംസ്ഥാന ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂട്ടുചേർന്ന് വനാതിർത്തിയിൽ പ്രജുണ്ടാക്കാനും വനാതിർത്തിയിൽ മതിൽ കെട്ടാനും വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനും വനാതിർത്തിയിൽ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കാനും എല്ലാം നടപടി സ്വീകരിക്കുകയാണ്. ആ നടപടികളൊന്നും പൂർണ്ണമായി എത്തിക്കുക. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ലിനു ജമാൽ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി C. ബാൽഡുവിൻ സ്വാഗതം പറഞ്ഞു. സംയുക്ത കർഷക സമിതി നേതാക്കളായ ബിജു കെ മാത്യു, VS സതീഷ് കുമാർ, MK ശ്രീകുമാർ, ചന്ദ്രിക ടീച്ചർ, രാജശേഖരൻ, ശിവദാസൻ, രവീന്ദ്രനാഥ്, PV വിജയൻ, ജിജി കെ ബാബു, രാജഗോപാലൻ നായർ, സിജു KV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.